ആമിജി വന്ന ഒരു വീഡിയോ എടുക്കുക. ഞാനൊന്നുമില്ല. ഓഹോ, അങ്ങനെയാണല്ലേ. വേണ്ട, നിങ്ങളുടെ ഒന്നും സഹായം എനിക്ക് വേണ്ട. ഞാനേ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തോളാം. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാ. ഒറ്റയ്ക്ക് വഴി വെട്ടിയത് നിവിൻ പോളിയല്ലേ? നിവിൻ പോളിയും ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് വന്ന ആൾക്കാരാ. നീ കുറേ നേരം ലാപ്ടോപ്പ് മുക്കി പിടിച്ച് നടക്കണേ, ആൾക്കാരെ കാണിക്കാനാണ്. ആ, ഇത് മതി, ഇത് മതി. ഞാനേ ഇനി ഒറ്റയ്ക്ക് വഴി അല്ല, ഒറ്റയ്ക്ക് വീഡിയോ എടുത്തോളാം. കാണിച്ചു തരാം. എന്താണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഹായ്. അപ്പോൾ തുടക്കത്തിൽ കാണിച്ചത് ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങി. അമ്മച്ചി പറഞ്ഞ പോലെ ഒരു പുതിയ ലാപ്ടോപ്പാണ്. അതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുന്നത് എന്തിനാണെന്ന് അമ്മച്ചി ചോദിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ലാപ്ടോപ്പിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എല്ലാവരോടും പറയാമെന്ന്. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്, ഏസറിൻ്റെ. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് എഡിറ്റിങ്ങിന് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇൻ്റലിൻ്റെ ഒരു 6th ജനറേഷൻ ഒരു i3 ഡെസ്ക്ടോപ്പാണ്. ഡെസ്ക്ടോപ്പിലാണ് ഇത്ര കാലം എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ പ്രീമിയർ പ്രോ അങ്ങനത്തെ സോഫ്റ്റ്വെയറൊക്കെ ചെയ്യുമ്പോൾ വലിക്കാൻ ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഫയൽ സൈസ് അതുപോലെ ഇത് കൂടുതലുള്ള ഫോർമാറ്റിലുള്ള റെസൊല്യൂഷൻ കൂടുതലുള്ള ഫയലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ക്രാഷും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. പ്രീമിയർ പ്രോയ്ക്ക് എപ്പോഴും ക്രാഷ് ആവലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അത് പ്രോക്സി ഒരു വീഡിയോ ഫോർമാറ്റിലേക്ക് കൺവേർട്ടൊക്കെ ചെയ്തിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് വിചാരിച്ചത് ആ PC കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ലാപ്ടോപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ലുലു മാളിൽ നിന്നാണ് വാങ്ങിയത്, ലുലു കണക്റ്റിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ പോയപ്പോൾ ആദ്യം വിചാരിച്ചു മാക്ബുക്ക് എയർ വാങ്ങാമെന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനൊന്നും താങ്ങാത്ത ഒരു പരിപാടി ആയതുകൊണ്ട് മാക്ബുക്ക് എയർ വേണ്ടാന്ന് വിചാരിച്ച് ലുലു കണക്റ്റിൽ കയറി വിൻഡോസ് വിൻഡോസ് ലാപ്ടോപ്പ് ഏതെങ്കിലും നോക്കാമെന്ന് കരുതി കയറി. ഒരുപാട് ലാപ്ടോപ്പുകളൊക്കെ അവിടെ നോക്കി, പല കമ്പനികളുടെയും അസൂസ്, HP അങ്ങനെ പല കമ്പനികളുടെയും ലാപ്ടോപ്പുകളൊക്കെ നോക്കി. അങ്ങനെ അവസാനമാണ് ഈ ഏസർ ലാപ്ടോപ്പിൽ ചെന്നെത്തിയത്. ഇതിൻ്റെ ഒരു സ്പെക്ക് പറയുകയാണെങ്കിൽ ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. അത് 6GB NVIDIA RTX എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡാണ്. പിന്നെ അതുപോലെ ഇത് 16GB റാമുള്ള ഒരു ലാപ്ടോപ്പാണ്. നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ഒരു 64GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ 512GB മെമ്മറിയാണുള്ളത്, 512GB SSD ആണുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ HD 165 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു സ്ക്രീനാണ് ഇതിൽ വരുന്നത്. 15 ഇഞ്ചാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് AMD Ryzen 5 പ്രോസസ്സർ വരുന്നൊരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന അതേ പ്രീമിയർ പ്രോൻ്റെ ഫയൽ വെച്ച് ഇത് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് ഉപയോഗിച്ച് നോക്കി. ഭയങ്കര വ്യത്യാസമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 4K റെസൊല്യൂഷനിലുള്ള വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനും നമുക്കിപ്പോൾ പ്രോക്സിയിലേക്കും അതിലേക്കൊന്നും മാറ്റേണ്ട കാര്യമില്ല. അല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നല്ല സ്പീഡുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പരിപാടികളൊക്കെ സ്മൂത്തായി. അപ്പോൾ ഇത് തരക്കേടില്ല, നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ വിശേഷം ഇതാണ്. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോണ്ടൻറ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ഹോളിലാൻഡിൻ്റെ ലാർക്ക് A1 എന്ന് പറഞ്ഞൊരു മൈക്കാണ്. ഇപ്പോൾ ഈ മൈക്കിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഹോളി ലാൻഡിൻ്റെ തന്നെ കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് ആ ഒരു വട്ടത്തിലുള്ള മൈക്കാണ്. അതിനേക്കാളും കുറച്ച് പൈസയൊക്കെ കുറഞ്ഞൊരു മൈക്കാണ്, എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നൊരു മൈക്കാണ്. മാഗ്നറ്റിക് ടൈപ്പ് മൈക്കാണ് ഹോളി ലാൻഡിലെ ലാർക്ക് A1 എന്ന് പറഞ്ഞ മൈക്ക്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആപ്പിളിൻ്റെ iPhone 13 മൊബൈലിലാണ്. അതിലാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓഡിയോ മോണിറ്ററിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അത് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും പറയാനില്ല. ഈ ആമസോൺ ബേസിക്സിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ടാണ് അത്യാവശ്യം ഓഡിയോ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെഡ്ഫോൺ പറഞ്ഞുണ്ടായിരുന്നു, അത് പിന്നെ കുറച്ച് കംപ്ലൈൻ്റൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വേറൊരു ഹെഡ്ഫോണൊന്നും അങ്ങനെ വാങ്ങിയില്ല. പിന്നെ ചില നേരത്ത് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കാനുള്ള മറ്റേ സാധാരണ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ചിലപ്പോഴൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വേറെന്താ, വേറൊന്നുമില്ല. ടാറ്റ ബൈ ബൈ.